വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൗരി ചൗര സംഭവം വരെയാണ് പഠിച്ചത് അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും ചൗരി ചൗര സംഭവവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അപ്പോ ഇന്ന് നമ്മൾ സ്വരാജ് പാർട്ടിയെ കുറിച്ചിട്ടാണ് പഠിച്ചു തുടങ്ങണേ. അപ്പൊ സ്വരാജ് പാർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചു അല്ലേ? പെട്ടെന്ന് പിൻവലിച്ചത് ഗാന്ധിജി തന്നെ പറയുണ്ടായി. എന്താണ് ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പോയി, പിൻവലിക്കേണ്ടിയിടന്നില്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പറയണ്ടായി. അപ്പൊ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുണ്ടായ പിൻവാങ്ങല് പൊതുവെ ആൾക്കാരുടെ ഇടയിൽ, അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരുടെ ഇടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസത്തിന് കാരണമുണ്ടായി. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും കുറച്ച് ആൾക്കാർ വിട്ടുപോകുകയും അവർ ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. എന്താ പാർട്ടിയുടെ പേര്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അവർ വിട്ടുപോയി. അതായത് ഗാന്ധിജി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ആരുടെ അഭിപ്രായം? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഈ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ പിൻവലിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നു. എന്തിനാ ഗാന്ധിജി അത് ചെയ്തേ? അങ്ങനെ സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായത് 1922 കൂടിയ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ്. 1922 ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ അറിയോ നിങ്ങൾക്ക്? ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. അങ്ങനെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ് 1923 ജാനുവരി മാസം 1-ാം തീയതി. ആരൊക്കെ രൂപീകരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ്. ആരാണ്? CR ദാസ്. ആരൊക്കെയാന്ന് പഠിച്ചു വെക്കുക? CR ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിൽ എന്ത് രൂപീകരിക്കുകയാണ്? നമ്മുടെ സ്വരാജ് പാർട്ടി. അപ്പൊ എന്താണ് സ്വരാജ് പാർട്ടി എന്ന് മനസ്സിലായില്ലേ? നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പെട്ടെന്ന് പിൻവലിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ ചൗരി ചൗര സംഭവത്തെ കുറിച്ച് പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാര് പോയിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അതിന്റെ പേരാണ് സ്വരാജ് പാർട്ടി. 1922 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗയയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സ്വരാജ് പാർട്ടി രൂപീകരിക്കാം എന്ന തീരുമാനത്തിലെത്തണേ. അങ്ങനെ 1923 ജാനുവരി മാസം 1-ാം തീയതി സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. മെയിൻ ആയിട്ടുള്ള ആള് അതില്ലെങ്കിൽ സ്ഥാപകര് CR ദാസും മോത്തിലാൽ നെഹ്റുമായിരുന്നു. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? മോത്തിലാൽ നെഹ്റു ആണ് ആദ്യത്തെ സെക്രട്ടറി. പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് CR ദാസുമായിരുന്നു. അങ്ങനെ പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിട്ട് ഒരു എന്താ പറയാ സ്വരാജ് പാർട്ടി രൂപീകരിച്ചു കേട്ടോ. ഈ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ അതിന്റെ രൂപീകരണം നടന്നത് 1923 ജാനുവരി 1 അവരുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അലഹബാദിലാണ് എന്ന് കേട്ടോ. അലഹബാദിലാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നും ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇന്ത്യക്ക് ഒരു ഭരണഘടന. എന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. അത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ സ്വരാജ് പാർട്ടി ഇവിടെ തീരാണ്. ക്ലിയർ ആയല്ലോ? ആ നമ്മുടെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പൂർണ്ണമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി വേണ്ടാന്ന് വെച്ചപ്പോ കോൺഗ്രസിലെ പല ആൾക്കാർക്കും എതിർപ്പുണ്ടാവുകയും 1922 ഗയയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗില് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നു. 1923 ജാനുവരി 1 രൂപീകരിച്ച സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം അലഹബാദ് നടന്നു അല്ലെ? CR ദാസ് ആദ്യ പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു ആദ്യ സെക്രട്ടറിയുമായിരുന്നു. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച എന്താ പറയുന്നത് പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇനി അടുത്തത് നമ്മുടെ സ്വരാജ് പാർട്ടി
എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായി ആ കമ്മിറ്റിയുടെ പേര് മുതിമാൻ കമ്മിറ്റി എന്നാണ്. എന്താണ് മുതിമാൻ കമ്മിറ്റിയുടെ പ്രത്യേകത? അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കുക. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെ കുറിച്ച് പഠിക്കാൻ പ്രവിശ്യകളിലെ എന്താണ് ദ്വിഭരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിമാൻ കമ്മിറ്റിയാണ് പഠിക്കേണ്ടത്. ഈ മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായ പാർട്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പറഞ്ഞോളോ, ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? അടുത്തതിലേക്ക് പോവല്ലേ നമ്മള്. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈമൺ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നമ്മുടെ അവിടേക്ക് വരികയാണ്. അതായത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം അല്ലെ. 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമുക്ക് കുറേയധികം വാഗ്ദാനങ്ങളൊക്കെ അവർ നടത്തി. പക്ഷെ ഈ വാഗ്ദാനങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ പരിഷ്കാരങ്ങൾ എല്ലാ രീതിയിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു കമ്മിറ്റിയെ 1927 ഒരു കമ്മിറ്റിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് സൈമൺ കമ്മീഷൻ. അല്ലെ, സൈമൺ കമ്മിറ്റി എന്ന് പറയില്ലേ നമ്മൾ, സൈമൺ കമ്മീഷൻ എന്നാ പറയാ. അപ്പൊ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. ആരാണെന്ന് പഠിച്ചു വെക്കുക. സ്റ്റാൻലി ബാൽഡ്വിൻ എന്ന് പറയുന്ന ആള്. ബാൽഡ്വിൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയിലെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ബിർക്കൻ ഹെഡ് ആണ്. ആരാണ്? ലോർഡ്. സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ബിർക്കൻ ലോർഡ് ബിർക്കൻ ഹെഡ് ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് അയച്ച പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡ്വിൻ ആണെങ്കിൽ ഇങ്ങോട്ട് അയച്ച സെക്രട്ടറി ലോർഡ് ബിൽക്കൻ ഹെഡ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെ സൈമൺ കമ്മീഷൻ എവിടേക്ക് വരികയാണ്? നമ്മുടെ ഇവിടേക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്. ആരുടെ നേതൃത്വത്തിലാണ് വരുന്നത്? സർ ജോൺ സൈമൺ. അതിന്റെ നേതാവ് ഇദ്ദേഹമാണ്, സർ ജോൺ സൈമൺ. എന്താ പറയാ, ചെയർമാനോ നേതാവെന്നൊക്കെ പറയാം. കുറച്ച് അംഗങ്ങൾ കൂടി ചേർന്ന ഒരു കമ്മിറ്റിയാണ്. 7 അംഗങ്ങളുണ്ട്. ആ 7 അംഗങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ പേര് ക്ലെമന്റ് ആറ്റ്ലി എന്നാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂടിയായിരുന്നു കേട്ടോ. അപ്പോ സൈമൺ കമ്മീഷൻ അംഗമായിരുന്നു. പിന്നീട് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ സർ ജോൺ സൈമൺ, ക്ലെമന്റ് ആറ്റ്ലി ഉണ്ട്. ആരടുത്തത്? ഹാരി ലോസൺ ഉണ്ട്. ആരാണ്? ഹാരി ലോസൺ എന്ന് പറയുന്ന ആളുണ്ട്. ആദ്യത്തെ 2 പേരാണ് പ്രധാനം. അടുത്ത ആൾക്കാരെയും കൂടി ഒന്ന് ഓർത്തു വെക്കുക. എഡ്വേർഡ് കാഡ്ഗൻ. ആരാണ്? എഡ്വേർഡ് കാഡ്ഗൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. എഡ്വേർഡ് കാഡ്ഗൻ. അടുത്തത് വെർണോർ. നെക്സ്റ്റ് വൺ വെർണോർ ഹാൻസ്റ്റോൺ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഇപ്പൊ എത്ര ആളായി? 5 പേരായി അല്ലെ. അടുത്തത് ജോർജ് ഫോക്സ്. ആരാണ്? ജോർജ് ഫോക്സ് കേട്ടോ. ജോർജ് ഫോക്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ആരാ മക്കളെ? ഡൊണാൾഡ് ഹൊവാർഡ് ഉണ്ടായിരുന്നു. ആരാണ്? ഡൊണാൾഡ് ഹൊവാർഡ്. ഇത്രയും ആൾക്കാർ കൂടി ചേർന്ന് 7 പേരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മുടെ സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. സർ ജോൺ സൈമൺ നേതാവായിരുന്നു. ഇനി സൈമൺ കമ്മീഷനിൽ അംഗമാകുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. കൂടാതെ ഹാരി ലോസൺ, എഡ്വേർഡ് കാഡ്ഗൻ, വെർണോർ ഹാൻസ്റ്റോൺ, ജോർജ് ഫോക്സ്, അതുപോലെ തന്നെ ഡൊണാൾഡ് ഹൊവാർഡ്.
ഇത്രയും ആൾക്കാര് സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. ഈ സൈമൺ കമ്മീഷൻ അംഗങ്ങള് 1928 ഫെബ്രുവരി 3-ന്, 1927 അവിടുന്ന് പോന്നു അല്ലെ, 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി എവിടെ എത്തുകയാണ്? നമ്മുടെ മുംബൈയിൽ എത്തുകയാണ്. ഇവർ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തുകയാണ്. ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലെത്തി അല്ലെ, മുംബൈയിലെത്തി. പക്ഷെ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാവേണ്ട മക്കളെ? ഇതിൽ ആരെങ്കിലും ഇന്ത്യക്കാരുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ട് ആ പ്രതിഷേധത്തില് നമ്മൾ ഒരു മുദ്രാവാക്യം മുഴക്കി. ആ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. എന്താണ്? സൈമൺ ഗോ ബാക്ക്. പൊക്കോ മോനെ, ഇനി ഇവിടെ നിൽക്കണ്ട, കാരണം നിങ്ങളുടെ പരിഷ്കാരങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ലേ. ഞങ്ങളുടെ പരിഷ്കാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളില്ലാണ്ട് പുറമേ നിന്ന് വന്ന ആൾക്കാർക്ക് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ അറിയാം? അപ്പൊ എന്താണ്? സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കി. അത് യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഉപജ്ഞാതാവ് കേട്ടോ, യൂസഫ് മെഹർ അലി. അപ്പൊ യൂസഫ് മെഹർ അലി ആണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം എന്താണ് ആവിഷ്കരിച്ച വ്യക്തി ട്ടോ. സൈമൺ കമ്മീഷൻ വന്നു, നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു വെച്ചാലും സൈമൺ കമ്മീഷൻ വന്ന് 1930 അവരെന്ത് ചെയ്തു? അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കേട്ടോ. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അവര് പോയി. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവര് പറയണ്ടായിട്ടോ. അപ്പോ ഇനി എന്താ, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ സൈമൺ കമ്മീഷൻ വന്നു തൊട്ടുള്ള പറയാണ്. ഇനി സൈമൺ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അടുത്തത്, ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് സൈമൺ അതിലെ ആളായിരുന്നുകൊണ്ട് സൈമൺ കമ്മീഷൻ എന്ന് പേര് വരികയാണ്. പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ട്ടോ. അപ്പൊ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആണ്. ഇനി അടുത്തത് സൈമൺ കമ്മീഷൻ, നമ്മള് ഒരു പേര് പറഞ്ഞു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇനി നമ്മൾ അതിന് വേറൊരു പേരിട്ട് വിളിച്ചു. എന്താ അറിയോ നിങ്ങൾക്ക്? വൈറ്റ് മെൻ കമ്മീഷൻ. കാരണം എന്താണ്? വെളുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതായത് ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിനെ വൈറ്റ് മെൻ കമ്മീഷൻ എന്ന മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു. ഇനി ഇന്ത്യക്കാരെ ബഹിഷ്കരിക്കുകയും സൈമൺ ഗോബാക്ക് എന്ന് പറയുകയും ചെയ്തതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്കാരായിട്ടുള്ള ആരും തന്നെ അതിൽ അംഗമായിരുന്നില്ല. അപ്പൊ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി ഒരു കോൺഗ്രസ് സമ്മേളനം. എന്തിനും ഇവരിവിടെ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1927 മദ്രാസ് കോൺഫറൻസ്, മദ്രാസിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിൽ വെച്ച് പറയാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കാണ്. സൈമൺ കമ്മീഷൻ വന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നത്തെ അതിന്റെ എന്താ പറയാ, അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു. MA അൻസാരി ആയിരുന്നു എന്ന് ഓർത്തു വെക്കാട്ടോ. മദ്രാസില് ഇങ്ങനെ സൈമൺ കമ്മീഷനെതിരെ ധാരാളം പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ടി പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആരാണ്? ടി പ്രകാശം. ഇനി സൈമൺ കമ്മീഷനെതിരെ കുറെ സ്ഥലത്തൊക്കെ സമരങ്ങൾ നടന്നു. ആ സമരത്തില് പോലീസ് മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതില് ഒരാള് മരണം കൈവരിച്ചു. അത് ആരാണ്? ലാലാ ലജ്പത് റോയ്. ആരാണ്? ലാലാ ലജ്പത് റോയ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്ത് മരണം വരിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ലാത്തി ചാർജിന് നേതൃത്വം നൽകിയത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സാൻഡേഴ്സൺ. ആരാണ്? സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സൺ ഇദ്ദേഹത്തെ വധിച്ചില്ലേ, അപ്പൊ അതിന് തക്കം നോക്കി നിന്നു ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ. അങ്ങനെ ഈ സാൻഡേഴ്സിനെ അവര് 3 പേരും കൂടി വധിച്ചു മക്കളെ. ആവശ്യമാണ് അല്ലെ? ആരൊക്കെ 3 പേരും കൂടിയെ വധിച്ചേ? ടീച്ചർ തീവ്രവാദി ഒന്നല്ല, എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഭഗത് സിംഗും അതുപോലെ തന്നെ രാജ്ഗുരു. ആരാണ്? രാജ്ഗുരു. ഭഗത് സിംഗ്, രാജ്ഗുരു, പിന്നെ ഒരാളും കൂടെ പേര് പറഞ്ഞില്ലേ നമ്മള്? സുഖദേവ്. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും കൂടി ഈ 3 സ്വാതന്ത്ര്യ സമര സേനാനികളെ ആരെ വധിച്ചു എന്ന് മനസ്സിലാക്കുക? സാൻഡേഴ്സിനെ വധിച്ചു എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ
ഇത്രയാണ് നമ്മൾക്ക് എന്താ പറയുന്നത് സൈമൺ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1930 റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് ഞാൻ ഇവിടെ പറയണ്ടായി. അപ്പോ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ ശിവസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തി, ആരാണ്? ശിവസ്വാമി അയ്യർ കേട്ടോ. ശിവസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തി സൈമൺ കമ്മീഷനെ കുറിച്ച് ഒരു കാര്യം പറയണ്ടായി. അദ്ദേഹം പറയാണ്, അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട്, അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ശിവസ്വാമി അയ്യറാണ്. അപ്പൊ സൈമൺ കമ്മീഷനെ കുറിച്ച് ടീച്ചർ ഒന്നും കൂടെ പറയാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് നമുക്ക് കുറേയധികം ഭരണപരിഷ്കാരങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ ആ ഭരണപരിഷ്കാരം ഒന്നും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവരാനായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ, സ്റ്റാൻലി ബാൻഡുവിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള ലോർഡ് ബിൽക്കൻ ഹെഡിന്റെ ഉപദേശപ്രകാരം ഇന്ത്യയിലേക്ക് സർ ജോൺ സൈമൺ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു 7 അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ഇന്ത്യയിലെ ഭരണപരിഷ്കാരത്തെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് 1927 അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ പറഞ്ഞു വിട്ടു. 1928 ഫെബ്രുവരി 3 മുംബൈയിലെത്തിയപ്പോ നമുക്ക് ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാരും ഇല്ലാണ്ട് ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഭരണപരിഷ്കാരം എന്നാണ് ഇന്ത്യയിലെ ജനത ആലോചിച്ചത്. അങ്ങനെ ഇന്ത്യൻ ജനത 1927 മദ്രാസിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അൻസാരിയുടെ നേതൃത്വത്തിൽ, അൻസാരി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പോ അതില് എന്തിനെതിരെ, അതായത് നമ്മുടെ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കുകയും ടി പ്രകാശന്റെ നേതൃത്വത്തിൽ മദ്രാസിൽ പല സ്ഥലങ്ങളിലും ഇതിനെതിരെ എന്താണ് സമരമുറകളും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ എന്താ പ്രവർത്തിച്ച വ്യക്തി അപ്പൊ ടി പ്രകാശമാണ്. സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള 7 അംഗം 1928 ഫെബ്രുവരി 3 മുംബൈയിലെത്തി എന്ന് നമ്മൾ പറഞ്ഞു. സർ ജോൺ സൈമൺ, ക്ലെമന്റ് ആറ്റ്ലി, ഹാരി ലോസൺ, എഡ്വേർഡ് കാഡിഗൻ, വെർണൂർ ഹാൻസ് ജോർജ് ഫോക്സ്, ഡൊണാൾഡ് ഹൊവാർഡ് തുടങ്ങിയ 7 പേരായിരുന്നു. ഇവര് വന്ന് മുംബൈയിൽ കാലുകുത്തിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞു സൈമൺ ഗോ ബാക്ക് അല്ലെ. അപ്പൊ യൂസഫ് മെഹ്റലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ആള് എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹമാണ് ഈ മുദ്രാവാക്യം ആശയം കൊണ്ടുവന്നത്. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ഇർവിൻ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്. സൈമൺ കമ്മീഷൻ ഒഫീഷ്യലി ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും കൂടാതെ വൈറ്റ്മൻ കമ്മീഷൻ എന്ന പേരിലും കൂടി അറിയപ്പെട്ടു. സൈമൺ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈമൺ കമ്മീഷനെതിരെ ധാരാളം സമരങ്ങൾ ഇന്ത്യയിൽ നടന്നു. അങ്ങനെയുള്ള ഒരു സമരത്തില് സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മരിക്കുകയാണ്. ഇതിൽ എന്താ പറയുന്നത്, ആ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും 3 പേരും കൂടിയിട്ട് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കുകയും കൂടെ ചെയ്തു എന്ന് ഓർത്തുവെക്കാം. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ ഏത് കാര്യത്തെ കുറിച്ച് പഠിക്കാനുള്ളത്, സൈമൺ കമ്മീഷൻ. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ബർദോളി സത്യാഗ്രഹം. അടുത്ത ഇതില് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, കുറച്ചുള്ളൂ. എന്താണ് ബർദോളി സത്യാഗ്രഹം? ബർദോളിയാണ്. എന്താണ് ബർദോളി സത്യാഗ്രഹം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ബർദോളി സത്യാഗ്രഹം എന്നാണ്, എവിടെയാ നടന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ സാധാരണ രീതിയിൽ ചോദിക്കുക. ബർദോളി സത്യാഗ്രഹം 1928 നടന്നത്. എവിടെയാ നടന്നേ? ഗുജറാത്തിലാണ് നടന്നത്. ആരാ ഇത് നടത്തിയ? കർഷകരാണ് ഈ സമരം നടത്തിയത്. എന്തിനാ ഇവർ സമരം നടത്തിയ? ഭൂനികുതി വർധനവിനെതിരെ നടത്തിയ സമരമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? അപ്പൊ 1928 ഗുജറാത്തിലെ കർഷകർ ഭൂനികുതി വർധനവിനെതിരെ നടത്തിയ സമരത്തെ ബർദോളി സത്യാഗ്രഹം എന്ന് വിളിക്കുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം നമ്മൾ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് പറയണം. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എന്ന് മനസ്സിലാക്കുക. ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിന് നൽകിയ സ്ഥാനപ്പേരാണ് സർദാർ എന്നുള്ളത്. അപ്പൊ വല്ലഭായ് പട്ടേൽ എന്നുള്ളതിന് അദ്ദേഹത്തിന് നല്ല ഒരു സ്ഥാനപ്പേര് കൊടുക്കുകയാണ് ആര്? ഗാന്ധിജി. ഈ സ്ഥാനപ്പേര് സർദാർ എന്ന് പറയുന്ന സ്ഥാനപ്പേര് കൊടുത്തത് അപ്പൊ ആരാന്ന് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഗാന്ധിജിയാണ് നൽകിയത് എന്ന് മനസ്സിലാക്കാം.
ഇനി ഇദ്ദേഹത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബർദോളി ഗാന്ധി എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു. എന്താ വിളിക്കണേ? ബർദോളി ഗാന്ധി. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ച്. വളരെ എളുപ്പല്ലേ? ബർദോളി സത്യാഗ്രഹം 1928-ലാണ് ഗുജറാത്തിലാ നടന്നേ. ഗുജറാത്തിലെ കർഷകരാ നടന്നേ. ഭൂനികുതി വർധനവിനെതിരെ നടത്തിയ സമരമാണ് അല്ലെ. ഭൂനികുതി വർധനവിനെതിരെ നടത്തിയ സമരം. നേതാവ് വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇതിന് നേതൃത്വം നൽകിയതില് സന്തോഷം കൊണ്ട് സർദാർ എന്ന സ്ഥാനപ്പേര് ഗാന്ധിജി ഇദ്ദേഹത്തിന് നൽകുകയാണ്. ഇദ്ദേഹത്തെ ബർദോളി ഗാന്ധി എന്നും കൂടി വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ നോക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നെഹ്റു റിപ്പോർട്ട്. എന്താ നെഹ്റു റിപ്പോർട്ട് എന്നാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്, അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ട് 1928-ലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഭരണഘടന വേണമെങ്കിൽ ആ ഭരണഘടന തയ്യാറാക്കി നൽകാൻ ആര് പറയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് നമ്മളെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആരാ തയ്യാറാക്കിയ? മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നെഹ്റു റിപ്പോർട്ട് എന്ന്. ക്ലിയർ ആയോ? ഇന്ത്യക്ക് ഒരു ഭരണഘടന നൽകാം എന്നൊക്കെ തയ്യാറാക്കി നൽകാം എന്നൊക്കെ ആര് പറയാണ്? ബ്രിട്ടീഷുകാർ പറയാണ് നിങ്ങൾക്ക് ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കിക്കോളോ, കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ആവശ്യമുള്ള ഭരണഘടന നിങ്ങൾ എഴുതി തയ്യാറാക്കും എന്ന് പറയാണ്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മോത്തിലാൽ നെഹ്റു എഴുതി തയ്യാറാക്കുന്നതാണ് നെഹ്റു റിപ്പോർട്ട്. ഇനി ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണം എന്ന്, ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി വേണം എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ആവശ്യപ്പെടുകയുണ്ടായി. 1900 ഈ നെഹ്റു റിപ്പോർട്ടിന് മുമ്പ് ഡൊമിനിയൻ പദവി വേണമെന്ന്. അത് 1928-ൽ നടന്ന കൽക്കത്ത സമ്മേളനത്തിലാണ്. അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇവരെന്നാ ശരി നിങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കിയോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോ എന്തുണ്ടായി? മുഹമ്മദ് അലി ജിന്ന അതിനെ എതിർക്കുകയാണ്. കണ്ടോ? അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ അതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരാണ്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടാക്കി അല്ലെ. ബംഗാൾ വിഭജനം തൊട്ട് തന്നെ അവർ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെഹ്റു റിപ്പോർട്ടിനെ ആര് തള്ളിക്കളഞ്ഞു? മുഹമ്മദ് അലി ജിന്ന തള്ളിക്കളയുകയും 1929-ല് 14 പോയിന്റുകൾ അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. ആരാണ്? മുഹമ്മദ് അലി ജിന്ന. അപ്പൊ നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതാരെ? മുഹമ്മദ് അലി ജിന്ന. 14 പോയിന്റുകൾ അതിനെതിരെ അവതരിപ്പിച്ചതാരെ? മുഹമ്മദ് അലി ജിന്ന. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരെ? മോത്തിലാൽ നെഹ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1928-ൽ നടന്ന കൽക്കത്ത സമ്മേളനമാണ്. എന്തായാലും ഇതും തള്ളിപ്പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വലിയൊരു മേഖലയാണ് പഠിക്കണം. അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവും പൂർണ്ണ സ്വരാജും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് കഴിഞ്ഞാൽ വട്ടമേശ സമ്മേളനമായി. പിന്നെ അധികമില്ല നമുക്ക് എന്തിന്, അതായത് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് അധികമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഒരു 2-3 ക്ലാസ്സുകള് കൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്നാണ് ടീച്ചർ വിചാരിക്കണം കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും അങ്ങനെ തീരും. അപ്പൊ കുറെ കാര്യങ്ങൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ ബേസിക് ഫാക്ട്സ് ഏകദേശം കഴിഞ്ഞു. ഇനി കേരളത്തിലെ ജില്ലകളും കുറച്ചും കൂടിയേ ഉള്ളൂ പഠിക്കാനായിട്ട്. നമ്മുടെ ജില്ലകൾ കഴിഞ്ഞ നവോത്ഥാന നായകന്മാരെ നമുക്ക് കൂടുതൽ പഠിക്കാം. അങ്ങനെ പഠിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ പഠനം അവസാനിപ്പിക്കണം. എന്നാലാണ് നമ്മൾ SCERT പുസ്തകങ്ങൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെന്താ പറയാ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 200 ദിവസം 300 ദിവസത്തെ ക്ലാസ് കിട്ടുന്നത് നിങ്ങളെ വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഓരോ ദിവസം കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.